ഹായ് ഓൾ, എല്ലാവർക്കും GK വെൽഡൺ PSCയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 8-ാം തീയതി മുതൽ ഓഗസ്റ്റ് 14-ാം തീയതി വരെയുള്ള പ്രധാനപ്പെട്ട പത്രവാർത്തയിലെ വാർത്തകൾ കറണ്ട് അഫയേഴ്സ് രൂപത്തിലാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓഗസ്റ്റ് 8-ാം തീയതിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ഡയറക്ടർ ജനറലായി നിയമിതയായ ആദ്യത്തെ വനിതയാര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വരുന്നത് നല്ലതമ്പി കലൈശെൽവിയാണ്. നോക്കാം, ലോക ചെസ് സംഘടനയുടെ ഫൈഡ്. എന്താണ് ഫൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഫിഡെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ആണ്. ഫിഡെ, FIDE, ഫിഡെ അല്ലെങ്കിൽ ഫൈഡ് എന്നും പറയാം. അപ്പം ഇതിൻ്റെ ലോക ചെസ് സംഘടനയുടെ ഡെപ്യൂട്ടി പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് വിശ്വനാഥൻ ആനന്ദിനെയാണ്. നിലവിലത്തെ പ്രസിഡന്റ് അർക്കാഡി ഡോർക്കോവിച്ചിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ദെൻ നോക്കാം, ട്രിപ്പിൾ ജമ്പിൽ മെഡൽ നേടിയിട്ട് മലയാളികൾ വരുന്നുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയത് എൽദോസ് പോളാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് അബ്ദുള്ള അബൂബക്കറുമാണ്. രണ്ടുപേരുടെ പേര് പ്രത്യേകം ഓർത്തു വെക്കണം. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണം നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? എൽദോസ് പോളാണ്. നോക്കാം, അടുത്ത പത്രവാർത്തയിലേക്ക് നോക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ 2020 ക്രിക്കറ്റിൽ വെള്ളി മെഡൽ നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നോക്കാം. ഫൈനലിൽ 9 റൺസിനാണ് ഓസ്ട്രേലിയയോട് ഇന്ത്യ പരാജയപ്പെട്ടത്. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയ ഒരു ഇനമായിരുന്നു വനിതാ 2020 ക്രിക്കറ്റ്. അപ്പം ഈ കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ സ്പോർട്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമുക്കറിയാം, ക്രിക്കറ്റാണ്. വനിതാ 2020 ക്രിക്കറ്റാണ്. ഓക്കെ, ഇത് നോക്കാം. ആദ്യമായി അമേരിക്കൻ നേവി കപ്പൽ അറ്റകുറ്റപ്പണിയിലായിട്ട് ഇന്ത്യയിലേക്ക് വരികയുണ്ടായി. ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ ചെന്നൈയിൽ ലാൻസൺ ആൻഡ് ടർബോ ഷിപ്പ്യാർഡിലാണ് ചാൾസ് ഡ്രൂ കപ്പൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നോക്കാം, സവിതയുടെ വനിതാ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം. സവിത ഇന്ത്യൻ വനിതാ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം കിട്ടി. ദെൻ 2022 മിസ് ഇന്ത്യ അമേരിക്ക കിരീടം നേടിയത് ആരാണ്? ആര്യ വൽവേക്കർ ആണ്. ആരാണ്? ആര്യ വൽവേക്കർ. ബോക്സിങ്ങിൽ 3 സ്വർണമാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആർക്കൊക്കെയാണ്? നമുക്കറിയാം, അമിത് പങ്കൽ, നീതു നിഖാത്ത്, സരീർ എന്നിവരാണ് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത്. കോമൺവെൽത്ത് ഗെയിംസിലെ ബോക്സിംഗ് റിങ്ങിൽ നിന്ന് ഞായറാഴ്ച ഇന്ത്യക്ക് 3 സ്വർണം ലഭിച്ചിട്ടുണ്ടായിരുന്നു. പുരുഷന്മാരുടെ 51 കിലോഗ്രാം ലൈറ്റ് ഫ്ലൈ വെയ്റ്റ് ബോക്സിങ്ങിൽ ഇംഗ്ലണ്ടിൻ്റെ കിയാറൻ മക്ഡോണിനെയാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ അമിത് വെള്ളി നേടിയിരുന്നു. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കാം. ദെൻ അടുത്ത പത്രവാർത്തയിലേക്ക് നമുക്ക് പോകാം. ഓഗസ്റ്റ് 9-ാം തീയതിയിലേക്ക് പോവുകയാണ്. ഓഗസ്റ്റ് 9-ാം തീയതി പ്രത്യേകത എന്താണ്? ഒപ്പം തന്നെ ലോക ട്രൈബൽ ദിനം, ക്വിറ്റ് ഇന്ത്യ ദിനം, ഒപ്പം തന്നെ നാഗസാക്കി ദിനം. പ്രത്യേകം നോക്കണം, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റ് 9 എന്താണ്? നാഗസാക്കി ദിനമാണ്. നാഗസാക്കി ദിനം എന്താണ്? നാഗസാക്കി നമുക്കറിയാം, അമേരിക്ക അണുബോംബ് ഉപയോഗിച്ച ജപ്പാനിൽ നാഗസാക്കി എന്ന് പറയുന്ന സ്ഥലത്ത് അണുബോംബ് ഉപയോഗിച്ച സംഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, 9-ാം തീയതിയിലെ കോമൺവെൽത്ത് ഗെയിംസിന് സമാപനമായിട്ടുണ്ടായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിലെ സമാപന ചടങ്ങിൽ ഇന്ത്യ പതാക വഹിച്ചത് നിഖാത് സരിൻ, അജന്ത ശരത് കമലാണ്. ഒന്ന് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. ശരി, കോമൺവെൽത്ത് ഗെയിംസിൽ ഹോക്കിയിൽ സ്വർണം നേടിയത് ഓസ്ട്രേലിയയാണ്. ഇന്ത്യയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. വനിതാ ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം നേടി. വനിതാ സിംഗിൾസ് ബാഡ്മിൻ്റൺ സ്വർണം നേടിയത് PV സിന്ധു ആണ്. പുരുഷ സിംഗിൾസ് ബാഡ്മിൻ്റന് സ്വർണം നേടിയത് ലക്ഷ്യ സെൻ. പുരുഷ സിംഗിൾസ് ടേബിൾ ടെന്നീസിൽ സ്വർണം നേടിയത് അജന്ത ശരത് കുമാറാണ്. ഈ ഗെയിംസിൽ ശരത്താകെ 3 സ്വർണം 1 വെള്ളിയും നേടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം, ഇനി അടുത്തത് 10-ാം തീയതിയിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമുക്ക് നോക്കാം. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളി താരമായിട്ട് ട്രീസ ജോളി. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചോദ്യം നിങ്ങൾ ഓർത്തു വെച്ചിരിക്കണം. ബാഡ്മിൻ്റനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ജോളി ട്രീസ ജോളിയാണ്. ജീസ ട്രോളി ഓർത്തു വയ്ക്കുക കേട്ടോ. ദെൻ നോക്കാം, 22ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ 1-ാം സ്ഥാനം നേടിയത് ഓസ്ട്രേലിയയാണ്. സെക്കൻഡ് ഇംഗ്ലണ്ടും തേർഡ് കാനഡയും.
ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4ാം സ്ഥാനത്താണ്. 22ാമത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ആകെ നേടിയ മെഡലുകൾ 61, 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവും നേടി. 22ാമത് കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയാവുന്നത് ബർമിംഗ്ഹാം ആണ്. 2022 കോമൺവെൽത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം ഏതാണ്? പെറിയാണ്, കാളയാണ്, പെറി എന്നാണ് അതിന്റെ പേര്. 23ാമത് 2026ാമത് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നത് എവിടെയാണ്? മെൽബൺ ആണ്. ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മളിവിടെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയർ നമ്മൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. വിവാദ വൈവിധ്യ ബിൽ ലോക്സഭയിൽ പ്രതിഷേധമുണ്ടാക്കി. കേന്ദ്ര ഊർജ്ജ മന്ത്രിയാണ് ആരാണ്? RK സിംഗ്. ബെർലിൻ കുഞ്ഞനന്ദൻ നായർ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് പൊളിച്ചെഴുത്ത്. നമുക്ക് ചോദ്യം വരാം, പൊളിച്ചെഴുത്ത് എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടേതാണ്. നോക്കാം. അടുത്തത്, ആദ്യമായിട്ട് നമ്മളുടെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടായെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ സൗജന്യ ക്ലാസ്സുകളുണ്ട്. ഒപ്പം തന്നെ സെപ്റ്റംബർ 8 ആരംഭിക്കുന്നു 12നും ഡിഗ്രിക്കും വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സ് ബാച്ച് മിഷൻ 23. 10th ലെവലിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾക്ക് 6 മാസത്തേക്ക് 25 മോക്ക് ടെസ്റ്റ് അടങ്ങുന്ന മോക്ക് ടെസ്റ്റുകൾ, 25 ഫുൾ ലെങ്ത് സെഷൻസുള്ള ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇതിന് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷാഫി ഐ എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് സബ്സ്ക്രിപ്ഷൻ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 169 രൂപയായി കുറയുന്നു. പ്ലസ് നിങ്ങളുടെ ക്രെഡിറ്റ്സ് കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 164 രൂപയ്ക്ക് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്നതാണ്. ഓക്കെ, വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ആധാരമാക്കി ഹോങ്കോങ് ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഏർപ്പെടുത്തി ലോക വനിതാ സംരംഭക പുരസ്കാരം നേടിയത് സംഗീത അഭയനാണ്. ആരാണ്? സംഗീത അഭയൻ. ദെൻ നോക്കാം, കണ്ണൂരിലെ കുറ്റിയാട്ടൂരിലാണ് മാംഗോ പാർക്ക് വരുന്നത്. മാംഗോ പാർക്ക് വരുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലാണ് മാംഗോ പാർക്ക് വരുന്നത്. ഇന്ത്യയുടെ 75ാമത് ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നു വി പ്രണവ്. ഇന്ത്യയുടെ 75ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ. ഓഗസ്റ്റ് 9 ദേശീയ വ്യാപാര ദിനമാണ്. പാഡങ് മൈതാനത്തെ ദേശീയ സ്മാരകമാക്കാൻ സിംഗപ്പൂർ. INA വനിതാ വിഭാഗമായ ജാൻസി റാണി റെജിമെന്റിന് രൂപം നൽകിയത് സിംഗപ്പൂരാണ്. അത് നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതാണ് അവിടെ നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓഗസ്റ്റ് 10 തീയതിയിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ബീഹാറിൽ സഖ്യം മാറിക്കൊണ്ട് പുതിയ മുഖ്യമന്ത്രി വരികയായിരുന്നു. നിതിൻ കുമാറാണ്. പാർട്ടി ജനതാദൾ യുണൈറ്റഡ് ആണ്. അതുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. 2021-22 വർഷത്തെ മികച്ച ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ താരമായിട്ട് സുനിൽ ഛേത്രിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വനിതാ താരം മനീഷ കല്യാണാണ്. ഓഗസ്റ്റ് 10 ലോക സിംഹദിനമാണ്. ഓപ്പൺ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഉസ്ബെക്കിസ്ഥാനാണ്. വെള്ളി. അർമേനിയ. വെങ്കലം നേടിയത് ഇന്ത്യയും. വനിതാ വിഭാഗത്തിൽ സ്വർണം നേടിയത് ഉക്രൈനാണ്. വെള്ളി വിഭാഗത്തിൽ ജോർജിയയും വെങ്കലം വിഭാഗത്തിൽ ഇന്ത്യയുമാണ്. വ്യക്തിഗത ഇനത്തിൽ ഡി ഗേഷും നിഹാൽ സരീനും സ്വർണം നേടി. 44ാമത് ചെസ് ഒളിമ്പ്യാഡ് വേദിയാവുന്നത് മഹാബലിപുരമാണ്, ചെന്നൈ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭാഗ്യചിഹ്നം എന്താണ്? അത് തമ്പിയാണ്. ഭാഗ്യചിഹ്നം തമ്പിയാണ്. യെസ്, നമുക്ക് അടുത്തതിലേക്ക് പോകാം. യെസ്, അടുത്ത 10 തീയതിയിലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഗ്രേറ്റ് നിക്കോബാർ തീരത്ത് നിന്ന് ടോർട്ടാനസ് ധൃതി എന്ന പുതിയ സ്പീഷീസിനെ കണ്ടെത്തി. അപ്പം ഗ്രേറ്റ് നിക്കോബാർ തീരത്തു നിന്നാണ് എന്താണ് ടോർട്ടാനസ് ധൃതി എന്ന പുതിയ സ്പീഷീസിനെ കണ്ടെത്തുക ഉണ്ടായി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ പറയുന്ന അതൊരു ഈ ജീവിക്ക് ബംഗാൾ ഉൾക്കടലിൽ നമ്മളുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിൽ ഉൾപ്പെടുന്ന എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാർ തീരത്തു നിന്നാണ് പുതിയ കോപ്പിപോഡ് സ്പീഷീസ് എന്ന് പറയും, കോപ്പിപോഡ്. അപ്പം ഇതിന് പേര് നൽകിയിരിക്കുന്നു. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രഥമ വനിതാ ഡയറക്ടറായിരുന്ന ഡോക്ടർ ധൃതി ബാനർജിയോട് ആദരസൂചകമായിട്ടാണ് ഇതിനെ പേരിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കാം. 13ാമത് ഇന്ത്യ അമേരിക്ക ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് ആണ് വജ്രപ്രഹാർ. ഇമ്പോർട്ടൻ്റ് ആണ്. 13ാമത് 2022 ഇന്ത്യ അമേരിക്ക ജോയിൻറ്റ് സ്പെഷ്യൽ ഫോഴ്സ് എക്സസൈസ് ഏതാണ്? എക്സസൈസ് വജ്രപ്രഹാറാണ്.
ഊർജ മന്ത്രാലയത്തിൻ്റെ വിലയിരുത്തലിൽ KSEBിക്ക് 25ാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ആരംഭിക്കുന്ന കമ്പനിയാണ് കാപ്കോ. ഇമ്പോർട്ടൻ്റ് ആണ്, കേരള അഗ്രി ബിസിനസ് കമ്പനി. നേതാജിയെ ആദരിച്ച് സിംഗപ്പൂർ. പടാങ് മൈതാനത്തിൻ്റെ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഝാൻസി റാണിയുടെ കാര്യം പറഞ്ഞിരുന്നു. റെജിമെൻറ്റ് INയുമായി ബന്ധപ്പെട്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ജനതീയ പരാതികൾ പരിഹരിക്കാനായിട്ട് IIT കാൺപൂറുമായി ചേർന്ന് കേന്ദ്ര പ്ലാറ്റ്ഫോം CP ഗ്രാംസ്. ഓക്കെ, ഏതാണ് CP ഗ്രാംസ്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. നോക്കാം അടുത്തത് പ്രധാനപ്പെട്ട വാർത്തകൾ. ബീഹാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ നിതീഷ് കുമാർ. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ വീണ്ടും ആവർത്തിച്ചു വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 11-ാം തീയതിയിലെ പ്രധാന വാർത്തയാണ് പറയുന്നത്. ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവാണ്. ഇന്ത്യയുടെ 49ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേൽക്കുന്നു UU ലളിത്, ഉദയ് ഉമേഷ് ലളിത്. 48ാമത് ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? വെങ്കട്ട രമണ, NV രമണ, നദലപതി വെങ്കട്ട രമണ. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ PK കാളൻ പുരസ്കാരം നേടിയത് ചെറുവയൽ രാമനാണ്. അദ്ദേഹത്തിൻ്റെ അപരനാമമാണ് നെല്ലച്ചൻ. നെല്ലച്ചൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ചെറുവയൽ രാമൻ. T20 600 മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് നേടി കീറോൺ പോളാൻഡ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ. ആരാണ് ജഗദീപ് ധൻകർ? ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അടുത്ത നമുക്ക് നോക്കാം. 2022 ഓഗസ്റ്റിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ലാംഗ്വ വൈറസ് റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഏത്? ചൈന. നോക്കൂ, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ നമ്മളൊരു പേരിട്ട് വിളിക്കും, സൂനോട്ടിക് ഡിസീസ് എന്നാണ് വിളിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഭവാനി ദേവിക്ക് സ്വർണം ലഭിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് റിയാസി ജില്ലയാണ്, ജമ്മു കാശ്മീർ. എവിടെയാണ്? ജമ്മു കാശ്മീർ. ചേനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം. ഗ്രേറ്റ് നിക്കോബാർ തീരത്ത് നിന്ന് ടോർട്ടാനസ് ധൃതി എന്ന പുതിയ സ്പീഷീസിനെ കണ്ടെത്തി. നമ്മൾ കുറച്ച് മുൻപാണ് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് വരുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിക്കുന്ന സംസ്ഥാനമായിട്ട് കർണാടകയും, സെക്കൻഡ് കേരളവും, തേർഡ് തമിഴ്നാടുമാണ്. എന്നാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ബ്രസീലും. ഇന്ത്യ 7ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കാപ്പി കൃഷി ആരംഭിച്ചത് ബാബ ബുദാനാണ്. അക്കമ ചെറിയാൻ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെ നയിച്ച ധീര വനിതയാണ്. അപ്പോൾ അക്കമ ചെറിയാനെ കുറിച്ച് നമ്മുടെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തൊഴിലിടങ്ങളിൽ ശിശുപരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ക്രഷ് എന്ന് പറയുന്നത്. ക്രഷ് പദ്ധതിക്ക് PSC ഓഫീസിലാണ് തുടങ്ങിയത്. തൊഴിലിടങ്ങളിൽ ശിശുപരിപാലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് ക്രഷ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 12 അന്താരാഷ്ട്ര യുവജന ദിനമാണ്. ജനുവരി 12 ദേശീയ യുവജന ദിനമാണ്. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻകർ. ഓഗസ്റ്റ് 12 ലോക ഗജ ദിനമാണ്. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷെവിലിയൻ ലഭിച്ചതാർക്കാണ്? ശശി തരൂരിനാണ്. ദാദാഭായ് നവറോജിയുടെ ലണ്ടനിലെ വസതിക്ക് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ അദ്ദേഹത്തിന് നീലഫലക ആദരം ലഭിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള പൈതൃക കെട്ടിടങ്ങൾക്ക് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിലെ ഇംഗ്ലീഷ് ഹെറിറ്റേജ് നൽകി വരുന്ന ബഹുമതിയാണ് ബ്ലൂ പ്ലാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നീലഫലകം. ദാദാഭായ് നവറോജിയുടെ ലണ്ടനിലെ വസതിക്കാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നീലഫലക ആദരമായിട്ട് നൽകിയത്. അടുത്ത നോക്കാം. 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 13 മുതൽ 15 വരെ വീടുകളിൽ ദേശീയ പതാക ഉയർത്തുന്നതിനുള്ള ക്യാമ്പയിനാണ് ഹർ ഘർ തിരങ്ക. ഹർ ഘർ തിരങ്ക എന്നു മുതലാണ്? 13 to 15. ദേശീയ പതാക ഉയർത്തുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം കുട്ടികൾക്ക്, നമ്മുടെ സ്കൂളുകളിലും കുട്ടികൾക്കും കൊടുത്തുവിടുന്നുണ്ടായിരുന്നു. എല്ലാം സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. UN റിപ്പോർട്ട് പ്രകാരം 2021 ഡിജിറ്റൽ കറൻസി ഉപയോഗത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 7ആണ്. 1ാം സ്ഥാനം വരുന്നത് ഉക്രൈനാണ്. 2022 UEFA സൂപ്പർ കപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. ഏഷ്യയുടെ സ്പ്രിന്റ് റാണി ലിഡിയ ഡീവെ വേഗ അന്തരിച്ചു. ഫിലിപ്പീൻസുകാരിയാണ്. ഓഗസ്റ്റ് 12 സംസ്കൃത ഭാഷാ ദിനമാണ്. ഒപ്പം വിക്രം സാരാഭായ് ജന്മദിനം കൂടിയാണ്. 2022 ഓഗസ്റ്റിൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ലാംഗ്വ വൈറസ് റിപ്പോർട്ട് ചെയ്തത് ചൈനയാണ്. കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഓഗസ്റ്റ് 13 ലോക അവയവ മാറ്റ ദിനമാണ്.
നെയ്തൽ ഉപ്പ് ബ്രാൻഡ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 8ാമത് രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് ചാലിപ്പുഴയിലാണ് തുടക്കം കുറിച്ചത്. എവിടെയാണത്? കോഴിക്കോട് ജില്ലയിലാണ്. 2022 ഓഗസ്റ്റിൽ ആന സങ്കേതമായി പ്രഖ്യാപിച്ചത് അഗസ്ത്യമലയാണ്, തമിഴ്നാട്. ISROയുടെ പ്രഥമ ചൊവ്വ ദൗത്യമായ മംഗൾയാൻ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഡോക്യുമെന്ററി സിനിമയാണ് യാനം. സംവിധാനം ചെയ്തത് വിനോദ് മങ്കരയാണ്. സംസ്കൃത സിനിമയായി മാറുകയും ചെയ്തു. ഒപ്പം നമുക്ക് നോക്കാം, ബഹിരാകാശത്തെ നേട്ടങ്ങൾ ജനങ്ങളിൽ അറിയിക്കുവാനായിട്ട് ISRO ആരംഭിച്ച വെർച്വൽ മ്യൂസിയമാണ് സ്പാർക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. ബഹിരാകാശത്തെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് അറിയാനായി ISRO ആരംഭിച്ച വെർച്വൽ മ്യൂസിയം ഏതാണ്? സ്പാർക്ക്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് S. സോമനാഥ്. ലോകത്തെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത് റിയാസി ജില്ലയാണ്, ജമ്മു കാശ്മീർ. ചേനാബ് നദിക്ക് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ആദ്യത്തെ വ്യോമാഭ്യാസമാണ് ഉദരശക്തി എന്ന് പറയപ്പെടുന്നത്. ചൈനയും തായ്ലൻഡും തമ്മിലുള്ള സൈനിക അഭ്യാസമാണ് ഫാൽക്കൺ സ്ട്രൈക്ക്. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാമത് വാർഷികത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന കൈപുസ്തകം പുറത്തിറക്കിയ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറാണ് M. സത്യൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട പത്രവാർത്തകളാണ്. ഓഗസ്റ്റ് 8 മുതൽ 15 വരെയുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 14 വരെയുള്ളത്, 15 മുതൽ 21 തീയതി വരെയുള്ള വാർത്തകൾ ഉടൻ തന്നെ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.